ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, JEE പരീക്ഷയിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. 22-ാം തീയതി മുതൽ പരീക്ഷ നമ്മുടെ കുട്ടികൾ എഴുതി തുടങ്ങുകയാണ്. ഈ വർഷം വളരെ നന്നായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും അത് നല്ല ഉറപ്പുണ്ട്. നിങ്ങളുടെ പരിശ്രമം, അതുപോലെ നിങ്ങളുടെ അധ്വാനം തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ചെയ്യും. അനേകം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു പഠിച്ചിട്ടുണ്ട്. എത്രയോ പരീക്ഷകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് മാർക്കിലേക്കും അതുപോലെ തന്നെ സ്കോറിലേക്കും നിങ്ങൾ കടക്കും. കഴിഞ്ഞ വർഷം വളരെ നല്ല റിസൾട്ട് ബ്രില്യൻറ്റിലെ കുട്ടികൾ കരസ്ഥമാക്കി. അതിലും കൂടിയ ഒരു റിസൾട്ട് നിങ്ങൾ കരസ്ഥമാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശംസകൾ നേരുന്നു. ധൈര്യമായി പരീക്ഷാ സെൻറ്ററിലേക്ക് കടക്കുക. പരീക്ഷകളൊക്കെ എഴുതി സന്തോഷമായിട്ട് പുറത്തു വരണം. തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് പരീക്ഷകളുണ്ടല്ലോ. ഇതിനുശേഷം വീണ്ടും JEE വരുന്നുണ്ട്, അഡ്വാൻസ് പരീക്ഷ വരുന്നുണ്ട്, മറ്റ് പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. എല്ലാ പരീക്ഷയുടെയും മുന്നോടിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇത് എഴുതാൻ ഈശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്, നിങ്ങളുടെ 2 വർഷത്തെയോ അല്ലെങ്കിൽ 1 വർഷത്തെയോ അധ്വാനത്തിൻ്റെ ഫലം എടുക്കാനുള്ള സമയമായിരിക്കുന്നു. 22-ാം തീയതി, 22, 23, 24, 27, 28 ഈ 5 ദിവസങ്ങൾ 10 സ്ലോട്ടായിട്ട് JEE മെയിൻസ് ഫസ്റ്റ് ഫേസ് നടക്കാൻ പോവുകയാണ്. നിങ്ങൾ റിയലായിട്ടും ആ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന അല്ലെ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്ലോട്ടിൽ പോയി നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക. ഞാൻ പഠിച്ചത് തന്നെ എനിക്ക് എക്സാമിൽ കിട്ടും എന്ന്, സിമ്പിളോ ടഫോ എന്നതൊരു പ്രശ്നമല്ല. കാരണം ഹോമോജനൈസ് ചെയ്യുന്നു. ഞാൻ പഠിച്ചത് തന്നെ എനിക്ക് കിട്ടുന്നു എന്ന് വിശ്വസിക്കുക. പരമാവധി മാർക്ക് മേടിക്കാൻ ആഗ്രഹിക്കുക. അവിടെ ആവശ്യമില്ലാത്ത ടെൻഷൻ ഉണ്ടാകാതെയും അബദ്ധങ്ങൾ കാണിക്കാതിരിക്കാനും നോക്കുക. ശുഭാപ്തി വിശ്വാസത്തോടെ, പ്രത്യേകിച്ച് JEE മെയിൻസ് ഫസ്റ്റ് ഫേസ് ഒരു ടെൻഷനും ആവശ്യമില്ല. നമുക്കിനി സെക്കൻഡ് ഫേസ് ഉണ്ട്. റിസ്ക് ഇല്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് പോയി പരീക്ഷ എഴുതാനുള്ള ഒരു അവസരമാണ് ഈ 2 ഫേസ് എന്ന് പറയുന്നത്. എന്നാൽ പോലും നമുക്ക് ഫസ്റ്റ് ഫേസിൽ ഒരു സേഫസ്റ്റ് സ്കോർ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു കൊടുക്കുക. ഒരു 100% അല്ലെ 99% ഓർ 98% എങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുവെങ്കിൽ പിന്നെ സെക്കൻഡ് ഫേസ് കാര്യമായിട്ട് മൈൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഫെബ്രുവരി മുതൽ അഡ്വാൻസിന് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. അല്ലാതെ 98 കിട്ടിയില്ലെങ്കിൽ അല്ല 97 ആണെങ്കിൽ അഡ്വാൻസ് ക്വാളിഫൈഡ് ആവും, 96 ആണെങ്കിൽ ക്വാളിഫൈഡ് ആവും, 95 ആണെങ്കിൽ ക്വാളിഫൈഡ് ആവും. പക്ഷെ അതല്ല പ്രശ്നം. നമുക്ക് NIT ഗ്യാരണ്ടീഡ് ആകുന്നു, പ്ലസ് IIT ചെല്ലണം. ഞാൻ IIT പഠിച്ചിട്ടേ ഉള്ളൂ എന്ന് വാശി വെക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക. ശുഭാപ്തി വിശ്വാസത്തോടെ പോയി പരീക്ഷ എഴുതുക. എല്ലാവർക്കും, പ്രത്യേകിച്ചും ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. JEE എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഈ വർഷം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നല്ല ആത്മവിശ്വാസത്തോടെ ശരിയാവുമെന്നുള്ള നല്ലൊരു ആഗ്രഹത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോവുക. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, നമ്മളുടെ ഫസ്റ്റ് എക്സാമിനേഷൻ ജാനുവരി 22, 23, 24, 28, 29 ഒക്കെ ഡേറ്റ് കിട്ടിയ കുട്ടികളാണ് നിങ്ങൾ എത്രയായാലും സമാധാനമായി പോയി പരീക്ഷ എഴുതുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നിങ്ങളുടെ പഠനമൊക്കെ പൂർത്തിയായിട്ടുണ്ടാവും. ഇനി പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും വിജയിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് ശേഷവും നമുക്ക് ക്ലാസ്സുകളുണ്ടാവും. അതൊക്കെ ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ പരീക്ഷയെ മാത്രം ലക്ഷ്യം വെച്ച് എല്ലാവരും മിടുക്കരായി വരാൻ
ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെയ്മെയിൻ 2025 നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളുടെയും നാളുകളായുള്ള കഠിന പ്രയത്നത്തിൻ്റെയും നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും പൂർത്തിയാകുവാൻ, സഫലമാകുവാൻ മണിക്കൂറുകൾ മാത്രം. നിങ്ങൾ പൂർണ്ണമായും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാം. എൻ്റയർ ബ്രില്യൻ ഫാമിലിയുടെ എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ ജെയ്മെയിൻ ഫേസ് 1 അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഒരു വിജയാശംസകൾ നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാം നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യുക. മാക്സിമം നെഗറ്റീവ് വരാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ജനുവരി 22 എത്തി. നമ്മളെല്ലാം ഒത്തിരി നാളായിട്ട് കാത്തിരുന്ന ആ ദിവസമാണ് ജെയ്മെയിൻ. നമ്മൾ 2 വർഷമായിട്ടും 2.5 വർഷമായിട്ടും 1 വർഷമായിട്ടും 6 മാസമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. എല്ലാം പെർഫെക്റ്റ്ലി പ്രിപ്പയർഡ് ആണ്. ഇനി പരീക്ഷ എഴുതുക മാത്രമേ വേണ്ടൂ. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നെഗറ്റീവുകൾ കഴിയുന്നത് ഒഴിവാക്കി ഏറ്റവും നല്ല സ്കോറിലേക്ക് എത്തി നിങ്ങളുടെ അഡ്വാൻസ് പരീക്ഷയിലേക്കുള്ള പ്രവേശനവും അതുപോലെ തന്നെ NIT പോലുള്ള സ്ഥാപനങ്ങളിലേക്ക്, ഏറ്റവും നല്ല NIT പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം കിട്ടാൻ ആവശ്യമായ സ്കോറുകൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മൊത്തത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൾ ദി ബെസ്റ്റ് നേരെയാണ്. വിഷ് ഓൾ ദി ബെസ്റ്റ്. ബി ഹാപ്പി ആൻഡ് കൂൾ. നമ്മുടെ സ്ട്രെങ്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിജയം. അപ്പോൾ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക. അപ്പോൾ നമ്മളെല്ലാം പഠിച്ച കുട്ടികളാണ്. തീർച്ചയായിട്ടും എക്സാമിന് അത് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മൾ ഇനി ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. താങ്ക് യു. Hello everyone. You must be really deep into your preparing for the upcoming JEE exam, and you must be really anxious right now. And I think it is completely okay to be a little bit anxious about the upcoming exam. It's okay. We all feel that, we all feel during a performance or something, we have to give a performance or something, we always feel that, we have to write an exam or something. We naturally feel such a, pressure. And I feel that it's okay. All you have to do is, we need to know how to manage such a problem. So I actually, personally, I use a technique that I learned it from Huberman show. There is a show on YouTube, Huberman. Now don't start Googling it. Later after the exam you can do it. Now Huberman gives a technique which actually helps us to reduce our pressure or our stress level by about more than 70%. And what he does is like, all you have to do is inhale, take a deep breath, like, then again you inhale and then slowly release the breath. This is what you need to do. Take in the air, do that very slowly, clear? As slow as possible. Very slowly you do it, and that will actually help you to release the pressure, the stress, the stress. Pressure won't be there, it won't go. The stress level would actually come down by about 70%. And actually, I felt personally that this actually worked. Splashing water on your face will also help a little bit. So before entering the exam, splash a little water on your face. That'll calm you down a little bit, and then take a deep breathing technique. Focus on the breathing technique. I think these things will actually help you be in that particular situation, come back to the reality. Whatever you have prepared so far, make sure that you do the revision, continuous revision. Make sure that whatever you have studied, it is there very well, and then go for the exam. Give a fight over there. Clear? You are here. Give yourself that feedback that I am over here to give my best, and I'm very sure giving your best would actually give you a good result. Clear? More than what you thought. It will surprise you. All right then. I really wish you all the best, and I'm pretty sure that you will be doing really well in the exam. Thank you. Have a nice day. Hi, hello. My name is Ajesh, one of the chemistry faculty in Brilliant Study Center, Pala. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കമ്മിങ് എക്സാമിനേഷൻ, അതായത് നമ്മൾ കാത്തിരുന്ന 2025 JEE മെയിൻസ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നല്ല ഓഫ്ലൈൻ ക്ലാസ്സസ് വഴിയും ഓൺലൈൻ ക്ലാസ്സസ് വഴിയും അതുപോലെ ഓൺലൈൻ ഡൗട്ട് ക്ലിയറൻസും ഓഫ്ലൈൻ ഡൗട്ട് ക്ലിയറൻസും വഴി എല്ലാ ചാപ്റ്ററുകളും നല്ല സെറ്റായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള, അതായത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കുറച്ച് വിശ്വാസമാണ് അല്ലേ. നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാ വർഷവും എല്ലാ കുട്ടികളോടും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ പ്രാവശ്യം എല്ലാം ക്രാക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്നത് നമുക്ക് ഉറപ്പാണ്.
സോ ടെൻഷൻ അടിക്കാതെ നല്ല രീതിയിൽ ഒരുപാട് ഉറക്കമൊന്നും ഉളയ്ക്കാതെ എക്സാമിൻ്റെ സമയത്ത് എക്സാമിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളൊന്നും ഒരുപാട് സ്ട്രെയിൻ എടുക്കാണ്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് പുറത്തൊന്നും അധികം വിസിറ്റ് ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിലുള്ള എക്സാം എഴുതി നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. സോ എൻ്റെ ഭാഗത്തു നിന്ന് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻ. പിന്നെ നമുക്ക് എക്സാമിനേഷൻ കഴിഞ്ഞ് വിക്ടർ ഡേയിൽ വെച്ച് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. ഹായ്, ഈ വരുന്ന 22-ാം തീയതി JEE മെയിൻ എക്സാം എഴുതുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ വിശ്വസും നേരെയാണ്. നമ്മൾ പഠിച്ചതെല്ലാം കൃത്യമായിട്ട് ഓർക്കാനും കൃത്യമായിട്ട് നമുക്ക് എക്സാം എഴുതി ആൻസറുകൾ കണ്ടുപിടിച്ച് നല്ല നല്ല റാങ്കിലേക്ക് വരാനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഈ വർഷത്തെ ജനുവരി സെഷൻ JEE മെയിൻ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ വിജയാശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. ഡിയർ പേരൻസ് ആൻഡ് സ്റ്റുഡൻസ്, ഞാൻ റോയ് തോമസ്, ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD. നമുക്കറിയാം, ഈ വർഷത്തെ JEE മെയിൻ 22 മുതൽ 29 വരെയുള്ള കാലയളവിൽ പേപ്പർ 1ഉം 30-ാം തീയതി പേപ്പർ 2ഉം നടക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, ഒരു വർഷമായി നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലം ഈ ദിവസങ്ങളിലാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, മനുഷ്യസാധ്യമായ എല്ലാം ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ ഡെഡിക്കേഷനും തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഒരു കാലയളവിൽ നമ്മൾ ചെയ്തിരുന്ന ആ കാര്യങ്ങൾ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ പോവുകയാണ്. ഇനി നിങ്ങൾ ചെയ്യാനുള്ള ഇത്രയും കാര്യങ്ങളിൽ യാതൊരുവിധ ടെൻഷനും വേണ്ട, ഒരു പ്രോബ്ലവും വേണ്ട. നമുക്കറിയാം, സക്സസ് ഫേവേഴ്സ് ഓൺലി ദ ബ്രേവ് ആൻഡ് ബോൾഡ്. അപ്പം നമ്മൾ നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുക, നമ്മളിൽ വിശ്വസിക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ്, ബിലീവ് വാട്ട് ബ്രില്യൻ ഹാസ് ടോട്ട് യു, ആൻഡ് എബവ് ഓൾ ബിലീവ് ഇൻ ദ ഓൾ മൈറ്റി. വിജയം നമ്മുടെ അവകാശമാണ്, അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡിയർ സ്റ്റുഡൻസ്, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രതീക്ഷ 2025 JEE മെയിൻ പരീക്ഷയ്ക്ക് നമ്മൾ ഇരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് തുടങ്ങും. ബെസ്റ്റ് വിഷസ് ഞാൻ പറയുന്നു. അപ്പോൾ ഓർക്കേണ്ടത്, ബ്രില്യൻറ്റിൻ്റെ കുട്ടികളെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ഉള്ള പ്രത്യേകത, കഴിഞ്ഞ വർഷത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം, NTA പരീക്ഷകൾ. അതുകൊണ്ട് ഇത്തവണ അത്തരം മാൽ പ്രാക്ടീസുകളൊന്നും നടക്കാത്തപ്പം നന്നായിട്ട് പഠിച്ച് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് റിസൾട്ട് ഉണ്ടാകുന്ന ഒരു വർഷമായിട്ടാണ് എൻ്റെ മനസ്സിലുണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇരട്ടി കുട്ടികൾക്ക് JEE മെയിനും അഡ്വാൻസും കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവർക്കും അങ്ങനെ അനുഭവത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിഷസും ഞാൻ നേരുന്നു. താങ്ക് യു. ഹലോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരും നമ്മുടെ JEE മെയിൻ എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണല്ലോ. അപ്പോൾ ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് പരീക്ഷ എഴുതുക. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് വരുള്ളൂ. നിങ്ങളതോർത്ത് ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. ഡിയർ സ്റ്റുഡൻസ്, for your coming exam mains 2025, all the best. God bless you everyone. 2025 JEE മെയിൻ ഫേസ് 1-നുള്ള സമയം സമാഗതമായിരിക്കുന്നു. ജനുവരി 22, 23, 24, 28, 29 തീയതികളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. നമ്മളെ കുട്ടികളെല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ഓക്കെ. പ്രിയ കുട്ടികളെ, 2025 JEE മെയിനു വേണ്ടി നമ്മൾ എല്ലാ അർത്ഥത്തിലും റെഡിയായി കഴിഞ്ഞു. ഇത്രയും നാളും നിങ്ങളെടുത്ത എല്ലാ എഫർട്ടുകളും മാർക്കുകളായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ബ്രില്യൻ്റ് ഫാമിലിയുടെ എല്ലാ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾക്കൊപ്പമുണ്ട്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന 2025 JEE മെയിൻ്റെ പരീക്ഷകൾ 22-ാം തീയതി മുതൽ തുടങ്ങിയാണ്. നമ്മുടെ കുട്ടികൾ, നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ബ്രില്യൻ്റ് എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. 100 കണക്കിന് പരീക്ഷകൾ, 1000 കണക്കിന് ക്വസ്റ്റ്യൻസ്, അതിനനുസരിച്ചുള്ള തിയറി ക്ലാസ്സുകൾ, ഡൗട്ട് ക്ലിയറൻസ് എല്ലാം നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞു. നിങ്ങൾ സജ്ജരാണ്. ഈ JEE മെയിൻ്റെ ആദ്യ കടമ്പ നിങ്ങൾ തീർച്ചയായിട്ടും മികച്ച വിജയം നേടി വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഷുവർ പ്രതീക്ഷയാണ്. നമുക്ക് JEE മെയിൻ എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യവും മെയ് 18 നടക്കുന്ന അഡ്വാൻസ് എക്സാം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ കടമ്പ ഏറ്റവും മികച്ച വിജയത്തോടെ ചാടിക്കിടക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും 22-ാം തീയതിയും 23-ാം തീയതിയും 24-ാം തീയതിയും അതുപോലെ 28, 29 നടക്കുന്ന, അല്ലെങ്കിൽ BRക്ക് ബി പ്ലാനിങ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും, ബ്രില്യൻ്റായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും സ്നേഹത്തോടെ
ദൈവാനുഗ്രഹം നേരുന്നു. നന്നായി വിജയിച്ച് പരീക്ഷ എഴുതി വരിക. താങ്ക് യു. ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ ജെയുടെ സെഷൻ 2 ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ വേറെ ടെൻഷൻ അടിക്കുകയോ അതുപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയൊന്നും വേണ്ട. നമ്മൾ ധാരാളം പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഏകദേശം 2 മാസത്തോളമായി നമ്മൾ മോഡൽ എക്സാംസ് തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പരീക്ഷ എഴുതുക. പ്രിയ കുട്ടികളെ, നമ്മുടെ JMA ഫസ്റ്റ് സെഷന് നാളെ തുറക്കാൻ കൊടുക്കുകയാണല്ലോ. നിങ്ങൾ പഠിച്ചത് മാത്രമേ വരുള്ളൂ. നിങ്ങൾ ഈ ഒരു വർഷം പഠിച്ചത് മാത്രമേ വരുള്ളൂ. നല്ല രീതിയിൽ, നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് വരുള്ളൂ. ആരും ഭയപ്പെടാതെ, പേടിക്കാതെ നല്ല രീതിയിൽ എക്സാം എഴുതുക. എല്ലാവർക്കും നല്ല രീതിയിലുള്ള വിജയാശംസകൾ നേരുന്നു. 2025 JEE എഴുതാൻ പോകുന്ന ഞങ്ങളുടെ ബെർലിനിലെ ചുണക്കുട്ടികൾക്ക് എൻ്റെയും ഞങ്ങളുടെ ഫാക്കൽറ്റിയും വഴിയുള്ള ആശംസകളും അനുഗ്രഹങ്ങളും അറിയിക്കുന്നു. ഇതുവരെ നമ്മൾ എഴുതിയ എല്ലാ എക്സാമിനേഷനെയും നല്ലൊരു അടിത്തറയാക്കിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ JEE എക്സാമിനേഷൻ ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. 2025 JEE എക്സാം എഴുതാൻ പോകുന്ന ഞങ്ങളുടെ ബ്രില്യൻ ഫാമിലിയിലെ എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുകയാണ്. ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, 2025 ആദ്യത്തെ ഫേസ് 1 JEE എക്സാം എഴുതാൻ നിങ്ങൾ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. നിങ്ങൾ ഒരു വർഷമായിട്ട് ഇതിനു വേണ്ടി പഠിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കും. നന്നായിട്ട് പരീക്ഷ എഴുതുക. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, JEE ഫേസ് 1 2025 എക്സാമിന് റെഡി ആയിട്ടിരിക്കുന്ന നിങ്ങൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ഈ എക്സാം വളരെ എളുപ്പമായിരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകളും ബ്രില്യൻ്റ് ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിരിക്കും. എല്ലാ ആശംസകളും നേരുന്നു. ബ്രില്യൻ്റ് ഫാമിലി നിങ്ങളോടൊപ്പം ഉണ്ട്. താങ്ക് യു. മക്കളെ, നമ്മുടെ എക്സാമിങ് അടുത്തു. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഫുൾ കോൺഫിഡൻസോടെ നന്നായിട്ട് പോയിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും പ്രത്യേകം ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.